സസ്പെൻഷനിലായ ഒരാൾ, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരാൾ, എല്ലാ പദവികളും നീക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ പാലക്കാട്ട് കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകനായി മാറുന്ന കാഴ്ച കണ്ടു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് തന്നെ പറയേണ്ടി വരികയാണ്, ഈ പറഞ്ഞതുപോലെ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം അങ്ങേ ഒരാൾ ഒരിക്കലും പാർട്ടിയുടെ പ്രചരണ മുഖത്ത് ഉണ്ടാവേണ്ടിയിരുന്നില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ്. അവിടെയും ഇപ്പോഴും ഇന്ന് അടൂർ പ്രകാശും ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സുധാകരനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ജനം എന്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ശ്രീ ബി എൻ ഹസ്കർ, ഇവിടെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. BJP CPM നെക്സസ് എന്നുള്ള ഒരു പ്രയോഗം കൂടി ഇതിലുണ്ട്. അതിൽ പ്രധാനമായും ഈ പാലക്കാട്ടെ BJP ബന്ധമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു പരാതി, ഈ 4 മാസമായി നമ്മളിങ്ങനെ എടുത്തിട്ട് അലക്കുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇങ്ങനെ പുറത്തു വരുമ്പോൾ, പരാതിയായി തന്നെ വരുമ്പോൾ അതിൽ ചിലത് രാഹുൽ സംശയിക്കുന്നു. രഞ്ജിത്ത്, ഇതില് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നോ അങ്ങനെ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് ഈ കേസിനെ വളരെ ദുർബലപ്പെടുത്താൻ കഴിയും എന്നുള്ളത് രാഹുൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ ഏതൊരു കുറ്റാരോപിതനും നടത്തുന്ന നിലപാടുകൾ മാത്രമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അതായിരുന്നില്ല രാഹുൽ നടത്തേണ്ടത് എന്ന് കരുതുന്ന ഒരാളാണ്. കാരണം രാഷ്ട്രീയ പ്രേരിതമായി തന്നെ വേട്ടയാടുന്നു എങ്കിൽ എന്തിന് കോൺഗ്രസിന്റെ ത്രിതലത്തിലുള്ള നടപടി അദ്ദേഹം നേരിട്ടു എന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു ഘട്ടം ഒരുപക്ഷെ കോടതിയിലടക്കം ഉണ്ടാവും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നു. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നു. അങ്ങനെ ത്രിതലത്തിൽ നടപടി നേരിടേണ്ടി വന്ന ഒരു യുവ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി തന്നെ കേസിൽപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുക വഴി അദ്ദേഹം കൂടുതൽ അപഹാസ്യനായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസും CPM-ഉം BJP-യും ചേർന്ന ഒരു നെക്സസ് ആണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു കേസിലേക്ക് പെടുത്തിയത് എന്നതും ആ വാദമുഖവും ദുർബലമായ ഒരു വാദമുഖം മാത്രമാണ്. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കോടതി മുമ്പാകെ യാതൊരു തെളിവുകളും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അത് സ്ഥാപിച്ചെടുക്കുന്നതിന് കഴിയുമോ എന്ന കാര്യവും സംശയം. പക്ഷെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം ഇതിലൊരു ധാർമ്മികതയുടെ വശമാണ് ഏറ്റവും പരമപ്രധാനം. കാരണം ഇത് ചരിത്രത്തിൽ ഒരിടത്തു പോലും സമാനതകളില്ലാത്ത ഒരു വസ്തുതയായിട്ടാണ് നമുക്ക് മുന്നിൽ വന്നത്. അന്തരീക്ഷത്തിൽ ആദ്യം കുറെ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൂ കെയർസ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു നിലപാടിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ്, പരാതി എവിടെ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഘട്ടത്തിലാണ് ഒരു പരാതിക്കാരി പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം താൻ കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവിച്ച മാനസിക സമ്മർദ്ദവും നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവർ വേട്ടയാടപ്പെട്ടതിന്റെ ചരിത്രവും അടക്കം ആ മാനസിക സമ്മർദ്ദത്തിലാണ് ഒടുവിൽ അവർ താൻ വെളിച്ചത്ത് വരികയും അവർ പരാതി നൽകുന്നതിലേക്ക് തയ്യാറെടുക്കുകയും ചെയ്തു. ഇവിടെ വലിയൊരു ചോദ്യം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് എന്തിനീ പരാതി നൽകി എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഇത്തരത്തിലുള്ള അതിജീവിതികളെ സംബന്ധിച്ച്, സർവൈവേഴ്സ് അല്ലെങ്കിൽ വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് ഒരു പരാതി നൽകുക എന്നുള്ളത്, മറുവശത്ത് പരാതി നൽകുന്ന കുറ്റാരോപിതൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എതിർകക്ഷി എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനീയനായി നിൽക്കുന്ന ഒരു യുവ MLA കൂടി, കോൺഗ്രസിന്റെ പ്രമുഖ യുവമുഖം കൂടി ആവുമ്പോൾ സ്വാഭാവികമായും അതിനേക്കാൾ സ്വാധീനമുള്ള അല്ലെങ്കിൽ അതിനപ്പുറം നിൽക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് പരാതി നൽകണമെന്ന് ആ അതിജീവിത ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിനവരെ കുറ്റം പറയാനാവില്ലല്ലോ. അപ്പൊ അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പരിമിതിയായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തമായി കോടതിയിൽ അവതരിപ്പിച്ചാൽ അതും നിൽക്കില്ല. കാരണം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള പരാതി സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത മാർഗം എന്ന് പറയുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസിനോ അതല്ലെങ്കിൽ ആ സ്ഥലത്തെ കമ്മീഷണർ ഓഫ് പോലീസിനോ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയും നമുക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും DGP-ക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകുന്നതിന് ഉള്ള സാധ്യതകൾ നിയമപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയും ആ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്ത് കേസെടുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അതിനെ ദുർബലവാദമുഖങ്ങൾ കൊണ്ടല്ല ഇതിനെ നേരിടേണ്ടത്. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും രാഷ്ട്രീയ നൈതികതയുടെയും ഒരു വലിയ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നു. അല്ല, ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ പരാതി വരുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ പുറത്താക്കി പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന്. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു.
അതിനുശേഷം പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യുന്നു. അത്തരം നിലപാടുകൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പല കേസുകളിലും 20 വർഷമൊക്കെ ശിക്ഷിക്കപ്പെട്ട ആൾ പോലും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് CPM-ന് ഇത്തവണ എന്നുകൂടി ഓർക്കണം. അങ്ങനെയല്ല, ഇതിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ ഉദാഹരണവും നമ്മുടെ മുന്നിലില്ല. ഇപ്പോ മറ്റൊരു MLA ഇപ്പൊ CPM ആരെങ്കിലും നടപടിയെടുത്തോ എന്ന് ചോദിക്കലല്ല കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ടത്. മറുചോദ്യത്തിന് ഒരു തരത്തിലും അവസരം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഒരു പെൺകുട്ടി അനുഭവിച്ച മാനസിക സമ്മർദ്ദം, ആ പെൺകുട്ടി അനുഭവിച്ച ജീവിത പീഡനങ്ങൾ, ഇതൊക്കെയാണ് അനാവരണം ചെയ്യപ്പെട്ടുള്ളത്. അവർ ഇപ്പൊ ഒരുപക്ഷെ അവർ വിവാഹിതയാണ് എന്നുള്ളത് ഒരു വലിയ വാദമുഖമായി കോടതി മുമ്പാകെ ഉയർത്താമെങ്കിലും, അല്ലെങ്കിൽ രണ്ടുപേർ ഉഭയസമ്മത പ്രകാരം ഇതുവരെ രാഹുൽ സമ്മതിക്കാതിരുന്ന ഒരു കാര്യം കൂടി ഇപ്പോ കോടതി മുമ്പാകെ സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. തനിക്ക് ആ പരാതിക്കാരിയെ അറിയേയില്ല എന്ന നിലപാടും അങ്ങനെ ഒരു പരാതി കെട്ടുകഥയാണെന്നും പറഞ്ഞിരുന്ന രാഹുലിന് ഒരുപക്ഷെ ഇപ്പൊ കോടതി മുമ്പാകെ ചെല്ലുമ്പോൾ താൻ ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ട സാഹചര്യം വരികയാണ്. അപ്പൊ അങ്ങനെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഈ BNS-ന്റെ സെക്ഷൻ 89 വളരെ ഫലപ്രദമായി മുന്നിൽ നിൽക്കുന്നു എന്ന അപകടകരമായ ഒരു സാഹചര്യം, ഒരുപക്ഷെ ജീവപര്യന്തം വരെ ശിക്ഷയും 10 കൊല്ലം വരെ തടവും കിട്ടാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ പെൺകുട്ടിയുടെ മൊഴിയും ശാസ്ത്രീയ തെളിവുകളും മാത്രം മതിയാകും ആ 89 BNS പ്രകാരം ഒരു BNS-ലും ഒരു ഡിഫൻസ് രാഹുലിന്റെ ഉള്ളത്. will not be attracted as the main ingredient of the section is that the miscarriage should be caused by the accused without the consent of the woman. Here in this case the victim admits that she herself took the tablet for miscarriage. So even if the pregnancy and the allegation of miscarriage is admitted for argument's sake, this miscarriage was done by the victim herself. അല്ല, അതൊരു വില കുറഞ്ഞ അല്ലെങ്കിൽ ഒരുപക്ഷെ നിലനിൽക്കാത്ത ഒരു ആരോപണം മാത്രമേ. കാര്യം അതിനു മുമ്പുള്ള സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി രാഹുലിനെതിരായി നിൽക്കുന്നു. ആ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് രാഹുലും ആ അതിജീവിതയുമായി നടന്ന സംഭാഷണങ്ങൾ, അതിജീവിതയുമായി നടന്ന വാട്സാപ്പ് ചാറ്റുകളൊക്കെ ജീവൻ വെച്ച് നിൽക്കുകയാണ്. അതൊക്കെ തെളിവുകളായി കോടതി മുമ്പാകെ വരികയും അതെല്ലാം തെളിവുകളായി കോടതി അഡ്മിസിബിളായി എടുക്കുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു സാഹചര്യത്തിൽ നിശ്ചയമായും 89 BNS പ്രകാരമുള്ള കുറ്റകൃത്യത്തിലേക്ക് ഇതിന് വിരൽ ചൂണ്ടും. കാരണം ഒരുപക്ഷെ പെൺകുട്ടി ഒരിക്കലും ഈ മിസ്കാരേജ് വിതൗട്ട് കൺസെന്റ് എന്ന് പറയുന്നത് എപ്പോഴും വോളണ്ടറി ആയിരിക്കണം എന്നുള്ളതാണ്. നാം കേട്ട ശബ്ദരേഖകളിലും നാം കേട്ട വാട്സാപ്പ് ചാറ്റുകളിലും ആ പെൺകുട്ടി ഒരു ഘട്ടത്തിൽ പോലും ഈ കുട്ടിയുടെ ആ ഗർഭഛിദ്രം നടത്തുന്നതിന് അല്ലെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുന്നതിന് ആ കുട്ടിക്ക് സമ്മതം ഉണ്ടായിരുന്നതായി ഒരു തരത്തിലും വിശ്വസിക്കാൻ ആർക്കും കഴിയില്ല. നിയമത്തിന്റെ ഏതു കണ്ണുകളിലൂടെ നോക്കിയാലും വളരെ കൃത്യമായി ഇതിൽ ആ ഒരു അർത്ഥത്തിൽ സെക്ഷൻ 89 മുഴച്ചു തന്നെ നിൽക്കുകയാണ്. അപ്പൊ ആ ഘട്ടത്തിൽ നിശ്ചയമായും കോടതി ഇത് പരിശോധിക്കപ്പെടും. അതിന് മുന്നിലുള്ള വിവിധ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയ തെളിവുകൾ അടക്കം പോലീസിന് കണ്ടെത്തി കോടതി മുമ്പാകെ ഹാജരാക്കേണ്ടത്. അപ്പൊ ഇതിലൊരു വലിയ അപകടം രാഹുലിന് പറ്റിയത് ഇന്നലെ വരെ തനിക്ക് അറിയില്ലെന്ന് പറയുന്ന ഒരു വസ്തുതയെ താൻ സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും അതിനുശേഷം നടന്നിട്ടുള്ള സബ്സിക്വന്റ് കോണ്ടാക്ട്സുകൾ കൃത്യമായും രാഹുലിന് കേസിൽ വിനയായി തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ രീതിക്ക് രാഹുലിന്റെ കോൺഫിഡൻസ് അത്തരത്തിൽ ജാമ്യ ഹർജിയിൽ കാണുന്നുണ്ട് എങ്കിൽ പോലും നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തേണ്ടതുണ്ട്. ശ്രീജിത്ത്, ഇവിടെ ശ്രീ ഹസ്കർ പറഞ്ഞ പോലെ അങ്ങനെ കൈകഴുകാൻ പറ്റുന്ന ഇത്തരം കേസുകൾ, ഒരുപാട് കേസുകൾ നമുക്കറിയാം. CPM നേതാക്കളുമായി ബന്ധപ്പെട്ടും ജനപ്രതിനിധികളുമായൊക്കെ ബന്ധപ്പെട്ടും ഇത്തരം ഒരുപാട് കേസുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ട കേസും വഴക്കുമൊക്കെ ഒരുപാട് കണ്ടതാണ്. അങ്ങനെ തങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നത് പോലെ അല്ല രാഹുലിൻ്റെ കേസ് എന്ന് പറഞ്ഞു വെക്കാവുന്ന നിലയിലല്ലല്ലോ ഇത്. അത്ര പെട്ടെന്ന് കൈകഴുകി പോകാൻ പറ്റുന്ന പാർട്ടിയുമല്ലല്ലോ ഇത്തരം വിഷയങ്ങളിൽ CPM. നിശ്ചയമായിട്ടും അതല്ല. പക്ഷേ അവർ പറയുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഇപ്പോൾ നമ്മൾക്കറിയാം ഏറ്റവും അടുത്തുള്ള